എൻ്റെ പേര് അമൽ നോബിൾ. ഞാൻ പാലക്കാട് അഡ്വാൻസ് ബാലവിദ്യാ മന്ദിറിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ വായിച്ചിട്ടുള്ളതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് പ്രൊഫസർ എസ് ശിവദാസിൻ്റെ കിയോ കിയോ. വളരെ രസകരമായാണ് ഈ കഥ നമ്മെ പക്ഷിജീവിതം പഠിപ്പിക്കുന്നത്. കുട്ടികൾ പ്രകൃതി സ്നേഹം വളർത്തുകയാണ് ഈ കഥയിൽ കഥാകാരൻ നമ്മെ പഠിപ്പിക്കുന്നത്. കോളേജ് അധ്യാപകനായ കഥാകാരൻ്റെ വീട്ടിലെ മുല്ലവള്ളികളിൽ കൂടുവെച്ച ഇരട്ടത്തലച്ചികളുടെ കഥയാണിത്. അവയെ നിരീക്ഷിക്കുകയും കഥാകാരനും ഭാര്യയും കിളിക്കുഞ്ഞുങ്ങളെ കാക്കയുടെയും കണ്ടൻ പൂച്ചയുടെയും മഞ്ഞച്ചേരയുടെയും ആക്രമണങ്ങളിൽ നിന്ന് സ്വന്തം മക്കളെ പോലെ സംരക്ഷിക്കുന്നു. പക്ഷികളും ചെടികളും മനുഷ്യരും തമ്മിലുള്ള ബന്ധം ഈ കഥ നമ്മെ വ്യക്തമാക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ഈ കഥയ്ക്ക് വളരെ പ്രസക്തിയുണ്ട്. നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുള്ള ഈ കഥ ഒരു ശാസ്ത്ര പഠനം കൂടിയാണ്. എനിക്ക് ഈ പുസ്തകത്തിൽ ചില ഭാഗങ്ങൾ വളരെ ഇഷ്ടമാണ്. ഞങ്ങൾ വൈകിട്ട് വരുമ്പോഴും ഇരട്ടത്തലച്ചി കൂട്ടിൽ തന്നെ അടയിരിപ്പുണ്ട്. ഇണ കുറച്ചു മാറി ഒരു മരത്തിലുണ്ട്. പെട്ടെന്ന് ആകാശം മൂടിക്കെട്ടി. മഴ വരുന്നു. പാവം ഇരട്ടത്തലച്ചി നനയും. കൂടും മുട്ടയും നനയും. മുട്ടകൾ തണുത്തുപോയാൽ വിരിയുമോ? എനിക്ക് സങ്കടം തോന്നി. മഴ പെയ്തു തുടങ്ങിയപ്പോൾ അവൾ ഒന്നുകൂടി കൂനിക്കൂടി. പുറം കുട പോലെ വളച്ചു. വെള്ളം അവളുടെ പുറത്ത് വീണ് ഒഴുകി. പക്ഷേ ഇരട്ടത്തലച്ചി ഇളകിയതേയില്ല.